കോഴിക്കോട് സ്വദേശിയായ യുവാവിനെ മെക്സിക്കൻ തുറമുഖത്ത് കാണാതായി എന്ന വാർത്ത അല്പസമയം മുമ്പ് പുറത്തുവന്നു. കക്കോടി മോരിക്കര സ്വദേശി ബിൻഷാറിനെയാണ് കാണാതായത്. നോർവീജിയൻ കപ്പലിലെ ജീവനക്കാരനാണ്. കപ്പൽ മെക്സിക്കോയിൽ നിന്നും യുഎസിലേക്കുള്ള യാത്ര പുറപ്പെടുമ്പോഴാണ് കാണാതായതെന്നാണ് കുടുംബത്തിന് ലഭിച്ച വിവരം. 8 മണിക്ക് തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് മിസ്സിംഗ് ആണ്, സെർച്ചിങ്ങുകളാണ്, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. ബിൻഷാറിൻ്റെ വൈഫിനെ വിളിക്കുന്നു, എമർജൻസി കോൺടാക്റ്റ് അവർ വിളിച്ചിട്ട് പറഞ്ഞു. ഇപ്പോൾ സോഫാർ ഇതുവരെ ആ അപ്ഡേഷൻ തന്നെയുള്ളൂ. ഇപ്പോൾ അവർ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ മെക്സിക്കൻ ബോർഡറിലാണുള്ളത്. അപ്പോൾ അവരെ കോസ്റ്റ് ഗാർഡിന് കൈമാറിയെന്ന് പറഞ്ഞു. അപ്പോൾ അവരിപ്പോൾ സെർച്ചിങ്ങിലാണ്. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് കിട്ടിയാലേ ഉള്ളൂ നമ്മൾ ഫാമിലിക്ക് ഒരു ഡീറ്റെയിൽസ് തരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു കൂടെ വർക്ക് ചെയ്ത ആൾക്കാരിങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെ മിസ്സിങ് ഉണ്ട്, അവർ നോക്കുന്നുണ്ട് എന്നുള്ള. പക്ഷേ ഒഫീഷ്യലായിട്ട് വരുമ്പോൾ ഇന്നലെ രാത്രി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. ഷഹദ് റഹ്മാൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഷഹദ്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി എന്തൊക്കെ വിവരങ്ങൾ ഈ കുടുംബത്തിന് ലഭിക്കുന്നുണ്ട്? തിരച്ചിൽ ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. തിരച്ചിൽ കുറെ കൂടി കാര്യക്ഷമമായി കുറെ കൂടി ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന് ഇതിനോടകം തന്നെ MK രാഘവൻ MP കത്ത് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവം ഈ കുടുംബത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച രാത്രിയിലാണ് ഈ വീട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഇദ്ദേഹം പോയിട്ടുള്ളത് കഴിഞ്ഞ വർഷം നവംബർ ലാസ്റ്റ് മാസത്തിലാണ്. ഈ മാസം 16-ാം തീയതി, അതായത് വിഷു കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ നാട്ടിലേക്ക് വരാൻ പ്ലാൻ ചെയ്ത് നിൽക്കുകയുമായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരനുമായി ഈ കാണാതാകുന്നതിന്റെ തലേ ദിവസം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് നമുക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോർവീജിയൻ കപ്പലിലെ ജീവനക്കാരനാണ്, ഷെഫാണ് ഇദ്ദേഹം. അപ്പോൾ അവിടെയാണ് കഴിഞ്ഞ കുറെ അധികം വർഷങ്ങളായിട്ട് ജോലി ചെയ്ത് വരികയും ചെയ്യുന്നത്. കപ്പൽ മെക്സിക്കോയിൽ നിന്ന് US-ലേക്കുള്ള യാത്ര തിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ കാണാതായി, അതായത് ബിൻഡാഷിനെ കാണാതായി എന്ന വിവരം ഈ കപ്പലിലുള്ള ആളുകൾ തിരിച്ചറിയുന്നത്. തുടർന്ന് ഏറെ നേരം തിരച്ചിലൊക്കെ നടത്തി. ഉടൻ തന്നെ ഈ ബന്ധുക്കളെ വിവരം വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആദ്യഘട്ടത്തിൽ ഇവർ വിചാരിച്ചത് മുറിയിലോ അല്ലെങ്കിൽ ഷിപ്പിന്റെ തന്നെ മറ്റേതെങ്കിലും ഭാഗത്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് ഫോണിൽ ബന്ധപ്പെടാൻ പറ്റാതാകുമ്പോഴാണ് ഇത് സ്ഥിതി ഗുരുതരമാണ് എന്ന കാര്യം ഷിപ്പിലുള്ള ആളുകളും ഒപ്പം തന്നെ കുടുംബവും മനസ്സിലാക്കുന്നത്. എന്തായാലും തിരച്ചിൽ ഊർജിതമാക്കി നടത്തണമെന്നാവശ്യപ്പെട്ട് ഇതിനോടകം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ MP-യുടെ ഭാഗത്തു നിന്നും കത്ത് പോയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലും തിരച്ചിൽ നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.